പ്രിയ കൂട്ടുകാരെ, സബാഹുൽ ഖൈർ, ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് നമൂലിൻ്റെ പാഠത്തിലെ 49-ാമത്തെ പേജൊന്ന് നോക്കാം. അത് നുലാഹിറു വനക്കറ. ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് വായിക്കാം. ഈ ചിത്രം നിരീക്ഷിക്കുക, നോക്കിയിട്ട് നമുക്ക് വായിച്ച് നോക്കാം. അതിൻ്റെ ഇടയിൽ കുറേ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി, ഇവിടെ നമൂലാര നംലുൻ സഗീർ ഇല്ലേ, കുഞ്ഞുറുമ്പ്. ഈ നമൂല ആരുടെ കൂടെയാ? അൽ ഉമ്മയുടെ കൂടെ, ഉമ്മയുടെ മടിയിലിരിക്കുക. നമൂൽ, അതാണ് ഇവിടെ താഴെ എഴുതിയേക്കുന്നത്. നമൂൽ ഫി ഹിജിരിൽ ഉമ്മി. നമൂല് ഉമ്മയുടെ മടിയിൽ ഇരിക്കുന്നു. മനസ്സിലായോ? ഇനി അടുത്ത ചിത്രം നോക്കിക്കേ. നമൂൽ എവിടെ നിൽക്കുന്നത്? ഇതാരൊക്കെയാ നമൂലിൻ്റെ? വല്ലിപ്പയും വല്ലിമ്മയും. ഇവർ രണ്ടുപേരുടെയും ഇടയിൽ നമൂല് നിൽക്കുന്നു. അതാണ് ഇവിടെ താഴെ എഴുതിയേക്കുന്നത്. നമൂൽ യഖൂമു ബൈനൽ ജദ്ദി വൽ ജദ്ദ. നമൂല് വല്ലിപ്പയുടെയും വല്ലിമ്മയുടെയും ഇടയിൽ നിൽക്കുന്നു. നമൂൽ യഖൂമു ബൈനൽ ജദ്ദി വൽ ജദ്ദ. മനസ്സിലായോ? നമൂല് വല്ലിപ്പയുടെയും വല്ലിമ്മയുടെയും ഇടയിൽ നിൽക്കുന്നു. ഇനി അടുത്ത ചിത്രം നോക്കിക്കേ. നമൂൽ ആരുടെ അടുത്താണ് നിൽക്കുന്നത്? അൽ അബ്, പിതാവ്. നമൂൽ യഖൂമു ബിഖുർബിൽ അബി. നമൂല് പിതാവിൻ്റെ, വാപ്പയുടെ, അച്ഛൻ്റെ കൂടെ നിൽക്കുന്നു. നമൂൽ യഖൂമു ബിഖുർബിൽ അബി. നമൂല് പിതാവിൻ്റെ കൂടെ, അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നു. ഇനി അടുത്ത ചിത്രം നോക്കിക്കേ. നമൂല് ഇവിടെയുണ്ട്. ഇവിടെ രണ്ടുപേര് വേറെയുണ്ട്. അതാരൊക്കെയായിരിക്കും? നമൂലിൻ്റെ അഹും ഉഖ്തും, സഹോദരനും സഹോദരിയും. ഇവിടെ ഒരാളുടെ കയ്യിൽ എന്തോ സാധനമുണ്ട്. എന്താണത്? ഖുറത്തുൻ, പന്ത്. അപ്പോൾ നമൂൽ എന്ത് ചെയ്യുക? സഹോദരൻ്റെയും സഹോദരിയുടെയും കൂടെ കളിക്കുന്നു. യൽഅബു നമൂൽ മഅൽ അഖി വൽ ഉഖ്തി. നമൂല് സഹോദരൻ്റെയും സഹോദരിയുടെയും കൂടെ കളിക്കുന്നു. യൽഅബു നമൂൽ മഅൽ അഖി വൽ ഉഖ്തി. യൽഅബു നമൂൽ മഅൽ അഖി വൽ ഉഖ്തി. മനസ്സിലായോ? അപ്പോൾ ഇതിൽ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ താഴെയുള്ള സെൻറ്റൻസുകൾ വായിക്കുക. ഇനി അടുത്ത പേജ് നോക്കി, 50-ാമത്തെ പേജ്. 50-ാമത്തെ പേജിൽ നുകമ്മിലു ഷംസൽ മുഫ്രദാത്തി ലി ഉസ്റത്തിന. ഒരു ഷംസുൽ മുഫ്രദാത്ത് നമുക്കുണ്ടാക്കാം, അല്ലെങ്കിൽ താഴെയുള്ള ഈ ഷംസുൽ മുഫ്രദാത്ത് നമുക്ക് പൂരിപ്പിക്കാം. ഷംസുൽ മുഫ്രദാത്ത് പദ സൂര്യൻ. ആർക്കുള്ളതാ? ലി ഉസ്റത്തിന, നമ്മുടെ വീട്ടിലെ, കുടുംബത്തിലെ, ഫാമിലി അംഗങ്ങളുടെ പേരുകൾ എഴുതിയിട്ട് നമുക്ക് ഈ പദസൂര്യൻ ഷംസുൽ മുഫ്രദാത്ത് പൂർത്തിയാക്കാം. മനസ്സിലായോ? ഇപ്പോൾ കുറേ പേരുടെ പേരുകൾ നാം പഠിച്ചു. അബ്, ഉമ്മ, അഹ്, ഉഖ്ത്, അമ്മ, അമ്മത്ത്, ജദ്, ജദ്ദത്ത് ഇല്ലേ? ഇതൊക്കെ ആ ആദ്യത്തെ പാഠത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ രണ്ട് പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അമ്മുൻ, കൊച്ചാപ്പ, വാപ്പയുടെ അനിയനോ ജ്യേഷ്ഠനോ. പിന്നൊന്ന് ഇബിനുൻ, മകൻ.
ഇനി നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇബ്നൻ മകൻ. അപ്പോൾ പിന്നെ ആരായിരിക്കും? മകൾ ഇബ്നത്തുൻ. അത് ഇവിടെ എഴുതാം. ഇനി വീട്ടിലുള്ള ആരൊക്കെ പേര് പറഞ്ഞേ? അബുൻ വാപ്പ അച്ഛൻ, ഉമ്മുൻ ഉമ്മ. ഇനിയോ ജദ്ദുൻ വല്ലിപ്പ, ജദ്ദത്തുൻ വല്ലിമ്മ. ഇനിയോ അമ്മുൻ ആരാ? കൊച്ചാപ്പ. ഇനി ഇവിടെയോ നമുക്ക് അമ്മുൻ അമ്മത്തുൻ അമ്മായി ഇത്രയും കൊടുക്കാം. അതല്ലെങ്കിൽ ഇനി നമുക്ക് വേറെ രണ്ടുപേരും കൂടി പറഞ്ഞിരുന്നു. അഹുൻ ഉഖ്തുൻ സഹോദരൻ സഹോദരി. അപ്പോൾ അത് ഏതെങ്കിലും എഴുതാം. നമുക്കിപ്പോൾ ഇവിടെ എത്ര പേരുടെ പേര് എഴുതാനുണ്ട്? വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത. 6 പേരുടെ പേരുകൾ ഇവിടെ എഴുതണം കേട്ടോ. ഇനി എൻ്റെ താഴെ നോക്കിക്കേ. നുൻഷിദു വ നതദവ്വഖ്. ഇനി കുടുംബത്തിലെ അംഗങ്ങൾ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര് വെച്ചുള്ള ഒരു മൻളൂമ, ഒരു പദ്യം നമുക്ക് പാടാം. നുൻഷിദു വ നതദവ്വഖ്. ഉമ്മി ഉമ്മി ഉഹിബ്ബു ഉമ്മി. പാടി നോക്കാം ഇതേപോലെ. ആദ്യം ഉമ്മ. ഉമ്മി ഉമ്മി ഉഹിബ്ബു ഉമ്മി, ഉമ്മി ഉമ്മി ഉഹിബ്ബു ഉമ്മി. അബി അബി ഉഹിബ്ബു അബി, ഉമ്മി വ അബി വ അന നഹ്നുൽ ഉസ്റ ഉസ്റ സഈദ. ഉമ്മി ഉമ്മി ഉഹിബ്ബു ഉമ്മി, അബി അബി ഉഹിബ്ബു അബി, ഉമ്മി വ അബി വ അന നഹ്നുൽ ഉസ്റ ഉസ്റ സഈദ. അപ്പോൾ ഇവിടെ ആരുടെയൊക്കെ പേരുണ്ട്? ആരുടെയൊക്കെ പേരുള്ളത്? ഉമ്മ, ഉമ്മുൻ, പിന്നെയോ അബുൻ, പിന്നെ വ അന ഞാൻ. ഇതിൻ്റെ അർത്ഥം നോക്കാം. ഉമ്മി ഉമ്മി എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മ. ഉഹിബ്ബു ഉമ്മി ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നു. ഇനിയോ അബി അബി എൻ്റെ പിതാവ്, എൻ്റെ വാപ്പ. ഉഹിബ്ബു അബി ഞാൻ എൻ്റെ വാപ്പയെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഇനിയോ ഉമ്മി വ അബി എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയും, വ അന ഞാനും, ഞാനും എൻ്റെ വാപ്പയും ഉമ്മയും കൂടുന്നതാണ് നഹ്നുൽ ഉസ്റ ഞങ്ങളാണ് ഈ കുടുംബം. ഉസ്റ സഈദ ഹാപ്പി ഫാമിലി. മനസ്സിലായോ? ഉമ്മി ഉമ്മി ഉഹിബ്ബു ഉമ്മി, അബി അബി ഉഹിബ്ബു അബി, ഉമ്മി വ അബി വ അന നഹ്നുൽ ഉസ്റ ഉസ്റ സഈദ. എല്ലാവരും ഇതേപോലെ ഒന്ന് പാടി നോക്കണേ. ഈ രീതിയിലല്ല, വേറെ രീതിയിലും നിങ്ങൾക്ക് പാടാം. ഇനി 51ാമത്തെ പേജ് നോക്കിയേ. അവിടെയും ഇതേപോലെ അടുത്തൊരു മൻളൂമയാണ്. ഇതും കുടുംബത്തെ, ഫാമിലിയെ സംബന്ധിച്ചുള്ളതാണ്. ഇവിടെ ഉമ്മ എന്നതിൻ്റെ പകരം ഏത് വാക്ക് ചേർത്തു? ഉഖ്തി, ഉഖ്തിൻ, ഉഖ്ത് സഹോദരി. ഒന്ന് പാടി നോക്കാം. ഉഖ്തി ഉഖ്തി ഉഹിബ്ബു ഉഖ്തി, ആഖി ആഖി ഉഹിബ്ബു ആഖി, ഉഖ്തി വ അഖി വ അന നഹ്നുൽ ഉസ്റ ഉസ്റ സഈദ. ഉഖ്തി ഉഖ്തി ഉഹിബ്ബു ഉഖ്തി, ആഖി ആഖി ഉഹിബ്ബു ആഖി, ഉഖ്തി വ അഖി വ അന നഹ്നുൽ ഉസ്റ ഉസ്റ സഈദ. ഉഖ്തി ഉഖ്തി എൻ്റെ
സഹോദരി, എൻ്റെ സഹോദരി. ഉഹിബ്ബു ഉഖ്തി, ഞാൻ എൻ്റെ സഹോദരിയെ ഇഷ്ടപ്പെടുന്നു. അഖി അഖി, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരൻ, ആ സഹോദരനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉഖ്തി വ അഖി വ അന, ഞാനും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും കൂടുന്നതാണ് നഹ്നുൽ ഉസ്ര, ഈ കുടുംബം. ഉസ്ര സഈദ, ഹാപ്പി ഫാമിലി. മനസ്സിലായോ? ഇത് നമുക്ക് ഇതേപോലെ നുകമ്മിൽ, താഴെയുള്ള 2 മൻദൂമയും പൂർത്തിയാക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതണം? ഇവിടെ ഏതാ വച്ചേക്കുന്നത്? ഏത് വാക്കാണ് എഴുതിയേക്കുന്നത്? ജദ്ദി അല്ലേ? ഉഖ്തി ഉഖ്തി. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? ജദ്ദി ജദ്ദി, എൻ്റെ വല്ലിപ്പ, എൻ്റെ വല്ലിപ്പ. അപ്പോൾ എങ്ങനെ നമുക്കിവിടെ എഴുതി നോക്കാം? എങ്ങനെയാ? ജദ്ദി ജദ്ദി ഉഹിബ്ബു ജദ്ദി, ജദ്ദി ജദ്ദി ഉഹിബ്ബു ജദ്ദി. ഇനി രണ്ടാമത്തെ വരിയിൽ എങ്ങനെയായിരിക്കും? ഇവിടെ ഉഖ്തുൻ സഹോദരനായിരുന്നു, സഹോദരിയായിരുന്നു. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? ഏതാ വന്നത്? അഖി സഹോദരൻ. അപ്പോൾ ഇവിടെ വല്ലിപ്പ, അപ്പോൾ ഇവിടെ ഏതായിരിക്കും? വല്ലിമ്മ അല്ലേ? അപ്പോൾ ജദ്ദി ജദ്ദി ഉഹിബ്ബു ജദ്ദി. ഇനി ജദ്ദത്തി ജദ്ദത്തി ഉഹിബ്ബു ജദ്ദത്തി. ജദ്ദത്തി ജദ്ദത്തി ഉഹിബ്ബു ജദ്ദത്തി. ജദ്ദി ജദ്ദി, എൻ്റെ വല്ലിപ്പ, എൻ്റെ വല്ലിപ്പ. ഉഹിബ്ബു ജദ്ദത്തി, ഞാൻ എൻ്റെ വല്ലിപ്പയെ ഇഷ്ടപ്പെടുന്നു. ജദ്ദത്തി ജദ്ദത്തി, എൻ്റെ വല്ലിമ്മ, എൻ്റെ വല്ലിമ്മ. ഉഹിബ്ബു ജദ്ദത്തി. ഇനിയോ? ഇനി ഇവിടെ എങ്ങനെ എഴുതാം? നേരത്തെ ഈ വരിയിൽ എഴുതിയതുപോലെ ഇവിടെ ഉഖ്തി വാഖിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏതൊക്കെ വരും? ജദ്ദും ജദ്ദയും വരും. അപ്പോൾ എങ്ങനെ പറയാം? ജദ്ദി വ ജദ്ദതി വ അന നഹ്നുൽ ഉസ്ര ഉസ്ര സഈദ. മനസ്സിലായോ? അപ്പോൾ ജദ്ദി ജദ്ദി ഉഹിബ്ബു ജദ്ദി, ജദ്ദതി ജദ്ദതി ഉഹിബ്ബു ജദ്ദതി. ജദ്ദി വ ജദ്ദതി വ അന നഹ്നുൽ ഉസ്ര ഉസ്ര സഈദ. ഇനി അടുത്ത് ഒരു വരിയും കൂടി ഇതേപോലെ തന്നെ. ഇവിടെ ഏതാ? ആരാ വന്നേക്കുന്ന? അമ്മി, കൊച്ചാപ്പ. അപ്പോൾ ഇവിടെ എങ്ങനെ തന്നെ വരും? നേരത്തെ നമ്മൾ എഴുതിയ പോലെ തന്നെ. അമ്മി അമ്മി, ഉഹിബ്ബു അമ്മി. ഇനി അമ്മത്തി അമ്മത്തി ഉഹിബ്ബു അമ്മത്തി. അപ്പോൾ അമ്മി അമ്മി ഉഹിബ്ബു അമ്മി. അമ്മത്തി അമ്മത്തി ഉഹിബ്ബു അമ്മത്തി. ഇനി ലാസ്റ്റ് വരി, ഈ മൂന്നാമത്തെ വരി എങ്ങനെ വരും? അമ്മി വ അമ്മത്തി വ അന നഹ്നുൽ ഉസ്ര ഉസ്ര സഈദ. മനസ്സിലായോ? അപ്പം എല്ലാവരും ഇതേപോലെയൊന്ന് പാടി നോക്കുക. എന്നിട്ട് ഇത് രണ്ടും പൂരിപ്പിക്കുക. എന്നിട്ട് പുസ്തകത്തിലേക്ക് എടുത്തെഴുതാം.